പി.കെ. ശശി UDFന്റെ സ്വതന്ത്രനാണ്. അത് ജയിക്കട്ടെ. ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പറയാലോ, ആദ്യ ഘട്ടത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിലേക്ക് കുറച്ചും കൂടി ഊർജ്ജസ്വലായി മൂന്നാം ഘട്ടത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം. അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ജയിച്ചാൽ MLA ആവുമല്ലോ, ജയിച്ച MLA ആവുമല്ലോ, അതെന്നെ മുഖ്യ പരിഗണനയല്ലേ. അദ്ദേഹം UDFൽ വന്ന് UDFന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ബാക്കി കാര്യമൊക്കെ ആലോചിക്കുന്നത് ഞാനല്ലല്ലോ, എന്റെ നിർദ്ദേശം ഉണ്ടാവുമല്ലോ. പിന്നെ ജില്ലയിൽ പലയിടത്തും CPMനുള്ള അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തത്. എത്ര പേര് രാജിവെച്ചു, എത്ര പേര് വിട്ടുനിൽക്കുന്നു, എത്ര പേര് പ്രവർത്തനത്തിനുണ്ടായിട്ടില്ല. അവർക്കൊക്കെ മനമടുപ്പായി. ഈ പാർട്ടി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരാരും ഈ മുതലാളിത്തത്തിന്റെ പിറകെ പോകാനുള്ള സാധ്യതയില്ല. പാവങ്ങൾ, നിരപരാധികൾ, അറിയാത്ത ആളുകൾ വോട്ട് ചെയ്താണ് ഇപ്പം കിട്ടുന്ന വോട്ട്. അതായത് ബുദ്ധിയും വിവരമുള്ള ആളുകൾ നല്ല ചിന്തിച്ച് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ തിരിച്ചടി അപാരമായിരിക്കും. അതിന്റെ കണക്ക് കൂട്ടാൻ അല്പസമയം എടുക്കും CPMന്. സത്യസന്ധമായ വാർത്തകൾ യഥാസമയം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ ന്യൂസ് മണ്ണാർക്കാട് ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.